നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താ സന്ധ്യയിലേക്ക് വിശദമായി ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി. യമൻ പ്രസിഡന്റാണ് അനുമതി നൽകിയത്. രേഖകൾ പ്രോസിക്യൂഷൻ ഓഫീസർക്ക് കൈമാറും. വധശിക്ഷ 1 മാസത്തിനകം നടപ്പാക്കിയേക്കും. കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബവുമായി ചർച്ച നടത്തി വധശിക്ഷ ഒഴിവാക്കാൻ ഇനിയും അവസരമുണ്ടെന്ന് യമനിലുള്ള ആക്ടിവിസ്റ്റ് സാമുൽ ജെറോം 24-നോട് പറഞ്ഞു. So the paper was with the president and he has now approved the thing. The paper will now go to the general prosecutor's office and the general prosecutor office will fix a date for execution. There is no way we can appeal because the appeal process are all finished and finally it has come to the president. The president's table is the final, The president has approved all the legal procedures, which is the lower court, appeals court, and Supreme Court. Then it comes to the president's table. Now the president has approved the execution. അരുൺ പാറാട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ദുബായിൽ നിന്ന്. അരുൺ, ഈ യമൻ പ്രസിഡന്റ് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഈ കുടുംബവുമായി നേരിട്ടുള്ള ഒരു ചർച്ച അതുവഴി ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ടെന്നാണോ അരുൺ? ഉന്മേഷ്, തീർച്ചയായും അത് തന്നെയാണ് ഇനി ഏക പ്രതീക്ഷ. ഇത്രയും കാലങ്ങളായുള്ള നമ്മുടെ എല്ലാ പ്രതീക്ഷകളും ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്നിരുന്നാലും ഈ യമൻ പൗര കുടുംബാംഗങ്ങൾക്ക് പണം നൽകി നിമിഷയുടെ മോചനത്തിന് വഴിയൊരുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ ബ്ലഡ് മണി അല്ലെങ്കിൽ ദിയാദനം നൽകി ഏതെങ്കിലും തരത്തിൽ മോചനത്തിന് സാഹചര്യം ഉണ്ടാക്കാനാകും എന്ന് തന്നെയാണ് അവസാനഘട്ട പ്രതീക്ഷ. ഇവർ ഈ ഒരു പണം സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ ഒരു മോചനത്തിനുള്ള വഴി തെളിയും. ഈ മോചനത്തിനുള്ള ഏക വഴി ഇനി ബ്ലഡ് മണിയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ പ്രസിഡന്റ് ഈ ഒരു കേസ് അംഗീകരിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വധശിക്ഷ ശരിവെച്ചിരിക്കുകയാണ്. വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിൽ ഒടുവിൽ ഒരു പ്രതീക്ഷയ്ക്കുള്ള ഒരു വകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. 2017 നിമിഷപ്രതിയുള്ള കേസ് വരുന്നത്. വിചാരണയ്ക്ക് ശേഷം 2018 യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. പിന്നീട് നിരവധി തവണ അപ്പീൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ യമനിലെ കോടതികളെല്ലാം തന്നെ ഈ വധശിക്ഷ ശരിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഏറ്റവും ഒടുവിൽ യമനിലെ സുപ്രീം കോടതിയെ വരെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി തവണ യമൻ സർക്കാരിന് നിവേദനം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ യമൻ സുപ്രീം കോടതി ഉൾപ്പെടെ ഈ ഒരു വധശിക്ഷ ശരിവെക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ഇതിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് 2016 മുതൽ യമനിലേക്ക് നേരിട്ട് പോകാൻ ഇന്ത്യക്കാർക്ക് ഒരു വിലക്കുണ്ട്. യമനിലേക്ക് ഇന്ത്യയിൽ നിന്ന് പണം അയക്കാനുള്ള സാഹചര്യവുമില്ല. ഇത് തന്നെയാണ് ഏറ്റവും വലിയ വിലങ്ങുതടിയായി നമുക്ക് മുന്നിലുണ്ടായിരുന്നത്. ഈ ഒരു പണം സ്വീകരിക്കാൻ ഇപ്പോൾ അവർ തയ്യാറായി കഴിഞ്ഞാലും കൈമാറാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ആ കുടുംബവുമായി അവസാനഘട്ട ചർച്ച നടത്തുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ അവിടെയുള്ള ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുമായിട്ട് അടക്കം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു പ്രതീക്ഷ മാത്രമാണ് ഇനി മുന്നിലുള്ളത്. അരുൺ, അപ്പോഴും ഈ നേരത്തെയും ഇത്തരത്തിൽ ചർച്ചയ്ക്കുള്ള സാധ്യതകളൊക്കെ ിരുന്നുവല്ലോ, അതിനുള്ള കൂടിയാലോചന ഒക്കെ നടന്നിരുന്നുവല്ലോ, പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല എന്നാണ് അരുൺ. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബവുമായി നേരിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അഭിഭാഷക മുഖേന സംസാരിക്കാനുള്ള സാഹചര്യം, സാങ്കേതികമായുള്ള തടസ്സങ്ങൾ അതിന് വിലങ്ങുതടിയാകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്ക് അങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് പിന്നീട് സൗദിയിൽ നിന്ന് അവിടെയുള്ള എംബസി മുഖേന ബന്ധപ്പെട്ടിട്ടും കൃത്യമായി തന്നെ അത് നടക്കാത്തൊരു സാഹചര്യമാണ് ഇന്ന് മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സാങ്കേതികമായിട്ടുള്ള ഈ തടസ്സങ്ങളാണ് ഇതുവരെ നേരിട്ടിരുന്ന വലിയ പ്രതിസന്ധി. അത് തന്നെയാണ് മുന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണത് സ്മൂത്തായി കാര്യങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കാതിരുന്നത്. എന്തായാലും ഇപ്പോഴും ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെടുമ്പോൾ അവർ അവസാനഘട്ട പ്രതീക്ഷ അവർ മുന്നിൽ വെക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അവർ കുടുംബവുമായി സംസാരിക്കുകയും അവർ അംഗീകരിക്കുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും അവർ വെച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ശരി അരുൺ. അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ട കൊച്ചിയിലെ നൃത്ത പരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതര വീഴ്ചയും ക്രമക്കേടും. പോലീസ് കേസെടുത്തതിനു പിന്നാലെ സംഘാടകരായ മൃദംഗാവിഷിന്റെയും ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ഓസ്കറിന്റെയും ഉടമകൾ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. കേസുമായി ബന്ധപ്പെട്ട് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മാനേജരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. സ്റ്റേജ് നിർമ്മാണം നടത്തിയ ബെന്നി എന്നയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. 12,000-ലധികം ആളുകൾ പങ്കെടുത്ത പരിപാടി. എന്നാൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പരിപാടിയിൽ പോലീസിനും സംഘാടകർക്ക് സംഭവിച്ചത് ഗുരുതര സുരക്ഷാ വീഴ്ച. VIP പ്രോട്ടോകോൾ പാലിച്ചോ എന്ന് പോലീസ് ഉറപ്പുവരുത്തിയില്ല. സംഘാടകർക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് ഫയർഫോഴ്സിന്റെ പ്രാഥമിക പരിശോധനയിലും കണ്ടെത്തി. അപ്പോൾ GCDA ഗ്രൗണ്ട് ഇവർക്ക് ഏൽപ്പിച്ചതോടെ കൂടി 24 ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ള ഒരു എഗ്രിമെന്റിലോട് കൂടിയാണ് അവർക്ക് ഏൽപ്പിച്ചത്. അതിനകത്ത് പല കണ്ടീഷൻസ് ഇവർ പ്രോപ്പറായിട്ട് പാലിച്ചതായിട്ട് കാണുന്നില്ല.
ഇതിനിടയിൽ പരിപാടി സംഘടിപ്പിച്ച മൃദംഗവിഷന്റെയും ഇവന്റ് ഗ്രൂപ്പായ ഓസ്കറിന്റെയും ഉടമകൾ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. മൃദംഗവിഷന്റെ നിഘോഷ് കുമാറും ഓസ്കറിന്റെ ജനീഷുമാണ് കോടതിയെ സമീപിച്ചത്. കേസിൽ ഓസ്കർ ഇവന്റ് മാനേജർ കൃഷ്ണകുമാറിനെയും സ്റ്റേജ് നിർമ്മാണം നടത്തിയ ബെന്നിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘാടകർ കൃത്യമായ സുരക്ഷാ മാനദണ്ഡം പാലിച്ചില്ലെന്ന് GCDയെ കുറ്റപ്പെടുത്തി. സ്റ്റേഡിയത്തിൽ അങ്ങോട്ട് സുരക്ഷാ പ്രശ്നമില്ല. ആ കരാറിനകത്ത് വ്യക്തമായി തന്നെ എല്ലാ സെക്യൂരിറ്റിയും സുരക്ഷാ കാര്യങ്ങളും സേഫ്റ്റി കാര്യങ്ങളും അവരുടെ ഉത്തരവാദിത്തത്തിൽ നിർവഹിക്കണമെന്ന് പറഞ്ഞിരുന്നു. രേഖ പോലും തയ്യാറാക്കിയുള്ള കരാറാണ്. മറ്റ് സെക്യൂരിറ്റി കാര്യങ്ങൾ ഇതെല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ് നമ്മൾ കരാറിൽ ഒപ്പുവെച്ചിരുന്നത്. പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന കാര്യം. മൃദംഗവിഷൻ GCDയ്ക്ക് നൽകിയ അപേക്ഷയുടെ പകർപ്പും പുറത്തുവന്നു. അപേക്ഷ നൽകിയത് ഓഗസ്റ്റ് 23-ന്. 12,000 നർത്തകരെ പങ്കെടുപ്പിക്കുന്ന പരിപാടിയെന്നും ഗിന്നസ് റെക്കോർഡ് നേടാൻ നടത്തുന്ന പരിപാടിയെന്നും MD നൽകിയ അപേക്ഷയിൽ പറയുന്നു. 24 കൊച്ചി. ഉമാ തോമസ് MLA വീണ് പരിക്കേറ്റ സംഭവത്തിൽ കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടി സംഘാടകരായ മൃദംഗ വിഷ്ണുവിനെതിരെ ഗുരുതര ആക്ഷേപം. നൃത്തപരിപാടിക്ക് എത്തിയവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തുവെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ല എന്നാണ് പരാതി. നടി ദിവ്യ ഉണ്ണിയുടെ പേരിലും പരസ്യത്തിനായും വൻ തുകയാണ് മൃദംഗ വിഷൻ പിരിച്ചെടുത്തത്. ഉമാ തോമസ് MLAക്ക് അപകടമുണ്ടായ ആ പരിപാടി സംഘടിപ്പിച്ച ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം ഇതാണ്. അത് മേപ്പാടിയിലാണ് പ്രവർത്തിക്കുന്നത്. അതൊരു ഒറ്റമുറി സ്ഥാപനമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഊട്ടി റോഡിലെ പഞ്ചായത്ത് EMS ഓഡിറ്റോറിയത്തിന്റെ അടുത്താണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 12,000 നർത്തകരുടെ ഭരതനാട്യമാണ് മൃദംഗ വിഷൻ സംഘടിപ്പിച്ചത്. തമിഴ്നാടിന്റെ റെക്കോർഡ് മറികടക്കാനുള്ള കേരളത്തിന്റെ നൃത്തപരിപാടിയെന്നാണ് നൽകിയ പ്രചാരണം. ഇത് സർക്കാർ പരിപാടിയെന്ന് തെറ്റിദ്ധരിച്ചാണ് പലരും എത്തിയത്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കളെ അതിലേക്ക് വിടുന്നത്. ആദ്യഘട്ടത്തിൽ 2,000 രൂപ വാങ്ങിക്കുകയും അതെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ നൃത്ത സെന്ററുകൾ ഏത് അധ്യാപകരുടെ അടുത്തോ ആണ് നമ്മൾ അയച്ചു കൊടുത്തത്. പിന്നീട് 1,600 രൂപയോ 1,500 രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു. പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഒരാളിൽ നിന്നും വാങ്ങിയത് 3,500 രൂപ. മേക്കപ്പ് ഉൾപ്പെടെ ചിലവുകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ മുടക്കണം. ഒപ്പമെത്തുന്നവർക്ക് പരിപാടി കാണാൻ വേറെ ടിക്കറ്റും എടുക്കണം. ഇത്ര പണം പിരിച്ചിട്ടും ഒരു കുപ്പിവെള്ളം പോലും നൽകാൻ സംഘാടകർ തയ്യാറായില്ല. ഇത്രയും തുക വാങ്ങിയിട്ടും യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാതെ ഈ പരിപാടി നടത്തുമ്പോൾ അമ്മ എന്ന നിലയിൽ ഇത് TV-യിൽ കാണുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആശങ്കകൾ ചെറുതായിരുന്നില്ല. എന്തായാലും സംഘാടനത്തിൽ വലിയ പിഴവ് തന്നെ വന്നിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളിൽ വാഹന ക്രമീകരണം ഒരു കുട്ടിക്ക് നമ്മൾ ഇത്ര വെച്ചു. ഇപ്പൊ ഒരു ബസ്സിൽ കുട്ടിയുടെ കൂടെ പേരന്റ് ഉണ്ട്, പേരന്റ് വേറെ പൈസ കൊടുക്കണമായിരുന്നു. എന്തായാലും ഇവർ 4 മണിക്കൂറോളം ബസ്സിൽ ഇരിക്കേണ്ടി വന്നു. ഇവിടെ നിന്ന് അവർ പെട്ടെന്ന് പുറത്താക്കി കുട്ടികളെ. പരിപാടിക്കെത്തിയ നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയുടെ പേരിലും പണം പിരിച്ചെന്ന ആക്ഷേപമുണ്ട്. പരസ്യത്തിനായും വൻതുക പിരിച്ചെടുത്തു. ഇങ്ങനെ മൃദംഗാവിഷൻ പിരിച്ചെടുത്തത് കോടിക്കണക്കിന് രൂപ. കലയുടെ പേരിലെ ഈ വൻ തട്ടിപ്പിന് ഇനി എന്ത് നടപടിയെന്നാണ് അറിയേണ്ടത്. കൊച്ചിയിൽ നിന്നും നിഖിൽ നിളയ്ക്കൊപ്പം YS അഭിനന്ദ്, 24. എറണാകുളം കലൂരിലെ വേദിയിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ തുടരും. അപകടനില തരണം ചെയ്തെന്ന് പറയാറായിട്ടില്ലെന്ന് മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കി. തലയിലെ പരിക്ക് കൂടുതൽ ഗുരുതരമായിട്ടില്ലെന്നാണ് എറണാകുളം റണ്ണേ മെഡിസിറ്റിയുടെ പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ. ഉമാ തോമസ് MLAയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ. ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചതിനേക്കാൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഇന്ന് രാവിലെ നടത്തിയ CT സ്കാനിൽ ശ്വാസകോശത്തിലെ ചതവുകൾ കൂടിയത് കണ്ടെത്തി. തലച്ചോറിലെ പരിക്കിന്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമായിട്ടില്ല എന്നും റെനൈ മെഡിസിറ്റി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണൻ ഉണ്ണി. നമുക്ക് ബ്രെയിനിൽ അതേമാതിരി തന്നെ നിൽക്കുന്നു, മോശമായിട്ടില്ല. ഇന്നലത്തെ വെച്ചിട്ട് CT നമ്മൾ എടുത്തതിനകത്ത് ബ്രെയിനിനകത്ത് ആ സ്റ്റാറ്റസ് കോ തന്നെയാണ്. സാധാരണഗതിയിൽ സെക്കൻഡ് ഡേ ആവുമ്പോൾ നമുക്ക് മോശമായിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ചതവുകളോ വേറെ കൂടുതൽ എന്തെങ്കിലും കാണാറുണ്ട്. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് തന്നെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത്. നിലവിൽ MLA വെന്റിലേറ്ററിൽ തുടരുകയാണ്. ശ്വാസകോശത്തിലെ ചതവുകൾ മാറുന്നതിന് വേണ്ടി ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടുന്ന ചികിത്സയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. സ്കാനിങ്ങിൽ പുതിയ പരിക്കുകൾ കണ്ടെത്തിയിട്ടില്ല. നമുക്കിപ്പോൾ ഒരു ചാലഞ്ച് ആയിട്ടുള്ളത് ലങ്സിലാണ്. ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞാൽ രക്തം ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള ചതവ് പറ്റിയിട്ടുള്ള റിബ് ഫ്രാക്ചറാണ്. അപ്പൊ ഇത് രണ്ടും കൊണ്ട് ലങ്സിനകത്ത് കുറച്ച് ചതവ് പറ്റിയിട്ടുള്ള ആ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ CTയിൽ നമ്മൾ കണ്ടിരിക്കുന്നതും. ആ ഒരു ഇതുള്ളത് കൊണ്ട് കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടിവരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അപകടനില തരണം ചെയ്തുവെന്ന് പറയാറായിട്ടില്ല എന്നും ശ്വാസകോശത്തിലെ പരിക്കുകൾ പരിഹരിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നതെന്നും ഡോക്ടർമാർ വിശദീകരിച്ചു. നിലവിൽ അബോധാവസ്ഥയിൽ തന്നെയാണ് ഉമാ തോമസ്. ചികിത്സയിൽ കഴിയുന്ന MLAയുടെ ആരോഗ്യനില ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിച്ചു വരികയാണ്. ആരോഗ്യം മെച്ചപ്പെടുന്നതനുസരിച്ച് വെന്റിലേറ്റർ സപ്പോർട്ട് കുറയ്ക്കാനും മെഡിക്കൽ ബോർഡ് യോഗത്തിൽ ധാരണയായിട്ടുണ്ട്.
അഭിജിത്തിനൊപ്പം ശ്യാംകുമാർ, 24 കൊച്ചി. കലൂരിലെ നൃത്ത പരിപാടിയുടെ സംഘാടനത്തിൽ പിഴവില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ. ബാരിക്കേഡ് സുരക്ഷ ഒരുക്കുന്നതിലാണ് വീഴ്ചയുണ്ടായത്. ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് MLA നാളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട്. ചികിത്സയ്ക്കായി കോട്ടയത്ത് നിന്ന് ഇന്ന് വീണ്ടും ഡോക്ടേഴ്സിന്റെ സംഘമെത്തുമെന്നും മന്ത്രി അറിയിച്ചു. സംഘാടനത്തിലെ പിഴവല്ല, ഈ ബാരിക്കേഡ് സുരക്ഷിതമായ ഒരു സംവിധാനം ഒരുക്കേണ്ട കാര്യത്തിൽ വീഴ്ച വന്നു. കാരണം ഈ VIP വന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് നല്ലതുപോലെ സെക്യൂരിറ്റി മെഷേഴ്സ് ക്ലിയർ ആക്കണമായിരുന്നു. അത് ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സംഘാടനവും പരിപാടിയും വളരെ മെച്ചപ്പെട്ട നിലയിലാണ് നടന്നത്. അതൊന്നും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ലങ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഡോക്ടറെ പോയത്. അത് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഇന്ന് നാളെയുമായിട്ട് ഡിസൈഡ് ചെയ്യും. അതാണ് ഫർദർ എടുക്കേണ്ട സ്റ്റെപ്സ്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനി 1 മാസത്തെ പരോളിൽ പുറത്തിറങ്ങി. മനുഷ്യാവകാശ കമ്മീഷന്റെ കത്ത് പരിഗണിച്ചാണ് ജയിൽ വകുപ്പിന്റെ നടപടി. അതേസമയം വ്യവസ്ഥകൾ ലംഘിച്ചാണ് കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതെന്ന് KK രമ MLA ആരോപിച്ചു. വിസ്മയ കേസ് പ്രതി കിരൺകുമാറിനും പരോൾ അനുവദിച്ചു. 5 വർഷത്തിന് ശേഷമാണ് കൊടിസുനി ജയിലിന് പുറത്തിറങ്ങുന്നത്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജയിൽ മേധാവിക്ക് കത്തു നൽകി. ഇത് പരിഗണിച്ചാണ് 30 ദിവസത്തെ പരോൾ അനുവദിച്ചത്. ജയിലിൽ കഴിയുമ്പോൾ മറ്റു കേസുകളിൽ പ്രതിയായതിനാൽ പരോൾ നിഷേധിച്ചിരുന്നു. ജയിലിൽ നിന്ന് പരോൾ ലഭിച്ച ഘട്ടങ്ങളിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് സുനിക്ക് പരോൾ നൽകരുതെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. അസാധാരണ നടപടിയെന്ന് KK രമ MLA. 1 മാസത്തെ പരോൾ അനുവദിച്ചത് എങ്ങനെയാണ് എന്ന് മറുപടി കേരളത്തിലെ ഗവൺമെന്റ് പറയണം, ആഭ്യന്തര വകുപ്പ് പറയണം. ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ ജയിൽ DGPക്ക് മാത്രം ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഈ ഒരു പ്രതി, ഈ ക്രിമിനൽ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് 1 മാസം നാട്ടിൽ നിന്നാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നതിന് ഉത്തരവാദിത്തം ആർക്കാണ് ഉണ്ടാവുക? അപ്പോൾ വളരെ സംശയാസ്പദമാണ്, അസാധാരണമായ ഒരു സാഹചര്യമാണ്. സ്ത്രീധന പീഡനത്തെ തുടർന്ന് BAMS വിദ്യാർത്ഥിനി വിസ്മയ ജീവനൊടുക്കിയ കേസിൽ 10 വർഷം തടവ് ശിക്ഷ വിധിച്ച കിരൺകുമാർ നിലവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വിസ്മയയുടെ പിതാവ്. പോലീസ് റിപ്പോർട്ട് വരെ തള്ളിയിട്ടാണ് ജയിൽ DGP അവന് പരോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഏതർത്ഥത്തിലാണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ നിയമ സംവിധാനത്തിനെയൊക്കെ മറികടന്നുകൊണ്ട് DGPക്ക് അങ്ങനെ ഒരു അധികാരം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എങ്ങനെ അവനിത് കൊടുത്തെന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് അന്വേഷണം ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. ആദ്യം നൽകിയ അപേക്ഷയിൽ പോലീസ് റിപ്പോർട്ട് കിരണിന് എതിരായിരുന്നു. എന്നാൽ രണ്ടാമത് നൽകിയ അപേക്ഷയിൽ പ്രൊബേഷൻ റിപ്പോർട്ടും അനുകൂലമായും പോലീസ് റിപ്പോർട്ട് പ്രതികൂലമായും വന്നു. പിന്നീടാണ് ജയിൽ മേധാവി അപേക്ഷ പരിഗണിച്ച് 30 ദിവസത്തെ പരോൾ അനുവദിച്ചത്. 24 തിരുവനന്തപുരം. വാർത്താസന്ധ്യയിലേക്ക് തിരികെ. സൗദി അറേബ്യൻ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫാറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. കേസ് പരിഗണിക്കുന്നത് റിയാദ് ക്രിമിനൽ കോടതി അടുത്ത മാസം 15 മാറ്റി. കേസ് ഇനിയും നീട്ടരുതെന്നും മകനെ നാട്ടിലെത്തിക്കാൻ നടപടി വേണമെന്നും റഹീമിന്റെ മാതാവ് ഫാത്തിമ ആവശ്യപ്പെട്ടു. റിയാദ് ക്രിമിനൽ കോടതി അബ്ദുൾ റഹീമിന്റെ കേസ് പരിഗണിച്ചത് ഇത് 4ാം തവണ. കേസ് അടുത്ത മാസം 15 മാറ്റിയെന്ന അറിയിപ്പാണ് ലഭിച്ചത്. ഇന്ത്യൻ സമയം 10:30 കേസ് പരിഗണിക്കുക. 2 ആഴ്ച സമയമാണ്. ഈ വരുന്ന ജനുവരി 15 ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ കേസ് മാറ്റിവെച്ചത് സാങ്കേതിക കാരണങ്ങളെ തുടർന്നെന്നായിരുന്നു അറിയിപ്പ്. അതുകൊണ്ട് തന്നെ കുടുംബം ഏറെ പ്രതീക്ഷയിലായിരുന്നു. നിറകണ്ണുകളോടെയായിരുന്നു റഹീമിന്റെ മാതാവ് ഫാത്തിമയുടെ പ്രതികരണം. ചായൊക്കെ തേടി എല്ലാവരും സാധനം കിട്ടിയില്ല. ഓനിതാ വരുന്ന പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. ഇന്നിപ്പോൾ എന്തായാലും വരും. അതാ കിട്ടും കൊടുത്തു എന്ന് പറഞ്ഞിട്ടല്ലേ. ഇന്നത്തും കഴിഞ്ഞ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാൻ അഞ്ഞ് വരുമ്പോഴും ഇതേമാതിരി കേൾക്കണ്ടേ. അതിന് മുന്നിലായിട്ട് കുട്ടിയൊന്ന് എത്തിക്കാനുള്ള പരിഹാരങ്ങൾ ആരെങ്കിലും ഇതിലൊക്കെ ഉണ്ടാക്കി തരിക്കും. എന്നിട്ട് കുട്ടി നിൽക്കിക്കൊണ്ട് കാട്ടി തരി. എൻ്റെ കൂടെ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ച കുട്ടിയാണ് ഞാൻ. നിങ്ങൾ നീട്ടിക്കൊണ്ടാകാവുന്നവർ എത്തിക്കാനുള്ളത് ചെയ്തിരിക്കും. മാനത് കാട്ടി തന്നെ എനിക്ക് മതി. കഴിഞ്ഞ 18 വർഷമായി സൗദിയിലെ ജയിലിലാണ് റഹീം. 2006 ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. കഴിഞ്ഞ ജൂലൈ 2 വധശിക്ഷ റദ്ദാക്കിയിരുന്നു. 34 കോടി രൂപയാണ് റഹീമിന്റെ മോചനത്തിനായി സമാഹരിച്ചത്. 24 കോഴിക്കോട്. ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർ ഇലാഹിയുടെ മൃതദേഹം ഖബറടക്കി. സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡുവായ 4 ലക്ഷം രൂപ മന്ത്രി റോഷി അഗസ്റ്റിൻ കുടുംബത്തിന് കൈമാറി. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വണ്ണപ്പുറം പഞ്ചായത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. പ്രതീക്ഷകളറ്റൊരു പിതാവിന്റെ കണ്ണീരാണിത്. ഒരു മന്ത്രിക്കും ആശ്വാസമേകാനാവില്ല.
അവരെല്ലാം കണ്ണടച്ചതുകൊണ്ടാണ് അമർ ഇലാഹി കൊല്ലപ്പെട്ടത്. അടുത്തത് ആരെന്ന് ചോദിക്കുകയാണ് നാട്ടുകാർ. ഞങ്ങൾക്ക് നാടിന്റെ ഒരു മുത്ത ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. കാരണം ഞങ്ങളുടെ അനിയൻ ഞങ്ങൾ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് അവൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒരു ജീവൻ ഇവിടെ പൊലിയാൻ ഞങ്ങൾക്ക് പറ്റില്ല. തീർച്ചയായിട്ടും. പതിവ് പോലെ വനം മന്ത്രി AK ശശീന്ദ്രൻ അന്വേഷണം പ്രഖ്യാപിച്ചു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡുവായ 4 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറി. ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കാമെന്ന ഉറപ്പു നൽകി മന്ത്രി മടങ്ങി. ഈ ഒരു പ്രദേശത്തെ സുരക്ഷമായ വേലികൾ നിർമ്മിച്ച് ഇവിടുത്തെ ജനവാസത്തിനും ഭാവിയിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കും. അതുകൊണ്ട് കേരള സംസ്ഥാനത്തൊട്ടാകെ തന്നെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി ഇത്തരം കാര്യങ്ങളെ അതിജീവിക്കാൻ ഉതകുന്ന മാർഗങ്ങൾ രൂപപ്പെടുത്തണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് കരുതുന്നത്. LDFും UDFും NDAയും വണ്ണപ്പുറം പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുകയാണ്. ജനവാസ മേഖലയിലെ ആനകളെ കാട്ടിലേക്ക് തുരത്തണമെന്നാവശ്യപ്പെട്ട് ചുള്ളിക്കണ്ടം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ സമരസമിതി മാർച്ച് നടത്തി. വനനിയമങ്ങൾക്ക് വേണ്ടി ഇതുപോലെ വാശി പിടിക്കുന്നവർ എന്തുകൊണ്ടാണ് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്തിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായി വരുന്ന ആർട്ടിക്കിൾ നിർവഹിക്കാൻ തയ്യാറാകാത്തത്? കഴിഞ്ഞ 4 വർഷമായി 3 കാട്ടാനകളാണ് മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത്. കാട്ടാനക്കൂട്ടത്തെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാടിറങ്ങുന്ന വന്യജീവികളെ ചെറുക്കാനുള്ള ഫെൻസിംഗ് പോലും തീർക്കാൻ വനംവകുപ്പിന് മടിയാണ്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയുന്നതിന് സംസ്ഥാന സർക്കാരും കാര്യമായ താല്പര്യമെടുക്കുന്നില്ല. ആ താല്പര്യം ഉണ്ടാകുന്നതുവരെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. മുള്ളരിങ്ങാട് വനത്തിൽ നിന്ന് അനന്തുനാർക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. വയനാട് പെരിന്തട്ടയിൽ പശുക്കിടാവിനെ കടുവയെ ആക്രമിച്ചു കൊന്നു. പുള്ളിയാർകുന്ന് സതീഷിന്റെ പശുവിനെയാണ് കൊന്നത്. വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചത്ത പശുവുമായി നാട്ടുകാർ കൽപ്പറ്റ വെള്ളാരംകുന്നിൽ ദേശീയപാത ഉപരോധിച്ചു. ഇന്നലെ രാത്രിയാണ് പെരിന്തട്ട എസ്റ്റേറ്റിനുള്ളിൽ വന്യജീവി ആക്രമണം ഉണ്ടായത്. DFOയും T സിദ്ദിഖ് MLAയും പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കടുവയെ പിടികൂടാൻ പ്രദേശത്ത് കൂട് സ്ഥാപിക്കാനാണ് തീരുമാനം. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി S അരുൺകുമാർ നമ്പൂതിരിയാണ് ക്ഷേത്രനട തുറന്നത്. ജനുവരി 14-നാണ് മകരവിളക്ക്. ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾ. അയ്യപ്പന്റെ പുണ്യപൂങ്കാവനമായ സന്നിധാനം ശരണം വിളികളാൽ മുഖരിതം. വൈകിട്ട് 4 മണിയോടെയാണ് മകരവിളക്ക് പൂജകൾക്കായി ശബരിമല നട തുറന്നത്. മേൽശാന്തി 18-ാം പടിക്ക് സമീപമുള്ള ആഴിയിൽ അഗ്നി പകർന്നതോടെ തീർത്ഥാടകർ 18-ാം പടി ചവിട്ടി ദർശനം തുടങ്ങി. 30,000 തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂ വഴി ഇന്ന് ദർശനത്തിനെത്തുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ അധികമായി പ്രവർത്തിക്കുന്നുണ്ട്. സുരക്ഷാ ചുമതലയ്ക്കായുള്ള പോലീസിന്റെ 5ാമത്തെ ബാച്ച് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് SP S മധുസൂദനന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് ചുമതലയേറ്റു. ഇടയ്ക്കിടെ ഉണ്ടാവുന്ന ചാറ്റൽ മഴ മല കയറുന്ന തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. രാഹുൽ സുരേഷ്, 24 സന്നിധാനം. വാർത്താസന്ധ്യയിലേക്ക് തിരികെ. തിരുവനന്തപുരം പോത്തൻകോട് നടക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റ് 10ാം ദിവസത്തിലേക്ക്. VR ഷോയുടെ ഉദ്ഘാടനം ഗുരുരത്നം ജ്ഞാനതപസ്യ നിർവഹിച്ചു. ന്യൂ ഇയറിനെ വരവേൽക്കാൻ വലിയ ക്രമീകരണങ്ങളാണ് ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുള്ളത്. ശാന്തിഗിരി ഫെസ്റ്റിലെത്തുന്നവർക്ക് VR ഷോയും ആസ്വദിക്കാം. 10 മിനിറ്റ് ദൈർഘ്യമുള്ള VR ഷോ ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നം ജ്ഞാനതപസ്വി ഉദ്ഘാടനം ചെയ്തു. വളരെ പുതുമയുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ കയറിയത്. പലപ്പോഴും പല സ്ഥലത്തുമൊക്കെ പോകുന്ന സമയത്ത് പല തിയേറ്ററുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ദൃശ്യാനുഭവം ഇവിടെ നമ്മുടെ വിരൽത്തുമ്പിലെത്തിയ സമയത്ത് വളരെ സന്തോഷം തോന്നുന്നു. സ്കൂൾ കുട്ടികൾക്ക് നാളെയും കൂടി ഫെസ്റ്റിൽ സൗജന്യമായി പ്രവേശിക്കാം. ഫെസ്റ്റിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന ന്യൂ ഇയർ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരു പുതുവത്സര സമ്മാനം തന്നെ എല്ലാവർക്കും നൽകുകയാണ്. നാളെ രാത്രി ഏതാണ്ട് 8 മണിയോട് കൂടിയിട്ട്
പുതുവത്സര പരിപാടികൾ ആരംഭിക്കും. 24 തിരുവനന്തപുരം. ബീഹാർ ഗവർണറായി ചുമതല ഏറ്റെടുക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പട്നയിലെത്തി. പട്ന വിമാനത്താവളത്തിലെത്തിയ ആരിഫ് മുഹമ്മദ് ഖാനെ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. രാജ്ഭവനിൽ വ്യാഴാഴ്ചയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സത്യവാചകം ചൊല്ലി നൽകും. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റാൻ ശ്രമിക്കുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം. യാത്ര പുറപ്പെടും മുൻപ് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് ഡൽഹിയിലെ കൊച്ചിൻ ഹൌസിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറോ അഡീഷണൽ റെസിഡന്റ് കമ്മീഷണറോ ഗവർണറെ യാത്രയാക്കാൻ എത്തിയില്ല. ചില വാർത്തകൾ ചുരുക്കത്തിൽ. രാജു അബ്രഹാം CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. 3 ടൈം പൂർത്തിയാക്കിയ KP ഉദയഭാനു സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. 35 ജില്ലാ കമ്മിറ്റിയിൽ 6 പേരെ പുതുതായി ഉൾപ്പെടുത്തി. സംസ്ഥാനത്തെ വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ 5 മരണം. എറണാകുളത്ത് ബ്രേക്ക് നഷ്ടമായ KSRTC ബസ്സിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. മലപ്പുറത്ത് ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥിനി മരിച്ചു. കടങ്ങാത്തുകുണ്ട് കോട്ടക്കൽ റോഡിൽ ലോറിക്കടിയിൽപ്പെട്ട് വരമ്പനാല സ്വദേശി ഷാഹിലിന് ദാരുണാന്ത്യം. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻസിലെ അധ്യാപകർ ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. CEO മുഹമ്മദ് ഷുഹൈമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. പിടിച്ചെടുത്ത ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ചെന്നൈ അണ്ണാ സർവകലാശാലയിൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉന്നയിച്ച് TVK പ്രസിഡന്റ് വിജയ് ഗവർണറെ കണ്ടു. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷന്റെ വസ്തുതാന്വേഷണ സമിതി ചെന്നൈയിലെത്തി യൂണിവേഴ്സിറ്റി അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി. പണം തട്ടിയെടുത്തെന്ന CPIM പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മധു മുല്ലശ്ശേരി ഹൈക്കോടതിയിൽ. പാർട്ടി സമ്മേളനത്തിന്റെ പേരിൽ പണപ്പിരിവ് നടന്നിട്ടില്ലെന്നും പരാതി വസ്തുതാവിരുദ്ധമാണെന്നും മധു മുല്ലശ്ശേരി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താസന്ധ്യ പൂർത്തിയാവുന്നതിന്